ഇരിട്ടിയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാവുന്നത്. ജനങ്ങളുടെ നേതൃത്വത്തിൽ വനം വകുപ്പിന്റെ വാഹനം തടഞ്ഞിരിക്കുന്നു. പ്രതിഷേധക്കാർ പറയുന്നത് പുലിയെ തൊട്ടടുത്തെങ്ങും തുറന്നുവിടാൻ പാടില്ല എന്നതാണ്. കണ്ണൂർ ജില്ലയെ വിടരുത്, ഇതിന് ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്ന് ചോദിക്കാൻ അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. ഇത് കേബിളിൽ കുടുങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇവിടെ കുരുങ്ങി കിടന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഈ പുലി മനുഷ്യന്റെ ജീവൻ തന്നെ കവർന്നെടുത്താല് അതിനൊരു മറുപടി പറയണ്ടേ? ഇതാരും പിടിച്ചതല്ലോ, ഇത് പുലി വന്ന് കുടുങ്ങിയതല്ലേ. എവിടെ വിടുന്നു എന്ന് അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. നിങ്ങളുടെ അവകാശമാണ്, ആ അവകാശത്തിന്റെ ചോദ്യമാണ്. അതിനുവേണ്ടി എവിടെയാണ് വിടുന്നത് എന്നുള്ള സ്വാഭാവികമായ സംശയമാണ് ചോദിക്കുന്നത്. ഈ പുലിയെ ജനവാസ കേന്ദ്രങ്ങളിൽ തുടർന്ന് വിടരുത്. ഇവിടെ ജനവാസ ടൗണിന്റെ മധ്യഭാഗത്ത് പുലി വന്നിട്ട് തന്നെ കുടുങ്ങിപ്പോയതാണ്. MLA നേരത്തെ പറഞ്ഞു ഇത് ഇരിട്ടി മേഖലകളിൽ അടക്കം ഇത്തരം പുലിയെ കണ്ടുവന്ന് പിടിക്കുമ്പോ മാത്രം പുലിയാന്ന് സ്ഥിരീകരിക്കുക, അല്ലെങ്കിൽ കാട്ടുപൂച്ച എന്ന് പറഞ്ഞിട്ട് ഇവർ ഒഴിവാക്കി വിടുക ചെയ്യുന്നത്. കാണുമ്പോ പിടിക്കുമ്പോ മാത്രമാണ്, ഇതുപോലെ കനിയിൽ വീഴുമ്പോ മാത്രമാണ് പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റുന്നത്. അല്ലാത്ത സമയം മുഴുവൻ ഇത് വേറെ ജീവികളാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഇതിനെ ഒഴിവാക്കി വിടുകയാണ്. ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രമേ ഏതെങ്കിലും മന്ത്രിമാരടക്കം ഇവിടെ കയറി വരുന്നുള്ളൂ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തേണ്ടവരാണ് ഇവര്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇത്രയും നേരം കാത്തു നിന്നിട്ട് DFOനോട് ചോദിച്ചത്. പുലിനെ പിടിച്ച് കൊണ്ടുപോയതിനു ശേഷമുള്ള ചോദ്യമാണ് എവിടെ വിടുമെന്നുള്ളത്. DFIക്ക് എവിടെ വിടുമെന്ന് പറയാൻ കഴിയുന്നില്ല, എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറയാൻ കഴിയില്ല. ആ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഇത് ഞങ്ങളുടെ ആവശ്യം, ജനങ്ങൾക്ക് വീണ്ടും ഈ പുലി ഒരു ഭീഷണിയായി വരരുത്. ഇതുപോലെയുള്ള ജനജീവിതം ഉള്ള ഒരു സ്ഥലത്തേക്ക് ഈ പുലി വീണ്ടും വരരുത് എന്നുള്ള സ്വാഭാവികമായ ആശങ്ക ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാവുമല്ലോ. ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട ടൗണിന്റെ ഏറ്റവും അടുത്ത് ജനവാസ കേന്ദ്രത്തിൽ ഒരു പുലി വന്ന് അത് സ്വയം കുടുങ്ങി. ആ പുലി വന്ന് കുടുങ്ങിയ പുലിയെ ഇനിയും ജനവാസ കേന്ദ്രത്തിൽ വരാത്ത അവസ്ഥയിലേക്ക് എത്തിക്കണമെന്നുള്ള സ്വാഭാവിക സംശയത്തെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇവിടെ ഏതായാലും അതായത് കോൺഗ്രസ് ഇവിടെ എത്തി സംസാരിക്കുന്നത്. അവർ പറയുന്നത് ഈ പറയുന്ന പുലിയെ ജനവാസ മേഖലയിൽ കൊണ്ടിടുമോ എന്നൊരു സംശയമുണ്ടോ എന്നൊരു ആശങ്ക അവർ പങ്കുവെക്കുന്നു. അത് DFO അക്കാര്യത്തിൽ യാതൊരു മറുപടിയും നൽകുന്നില്ല. അങ്ങനെ DFOയ്ക്ക് മുൻപിൽ അവർ അങ്ങനെ അക്കാര്യങ്ങൾ ഉന്നയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എതിർഭാഗം അതായത് CPM അനുകൂലികളുമുണ്ട്. ഒരു വശത്ത് അവർ പറയുന്നത് അങ്ങനെ ഇല്ല, വാഹനം കടത്തിവിടണം എന്ന് പറഞ്ഞ് CPM അനുകൂലിക്കുന്നവരും ഒപ്പം തന്നെ കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരും തമ്മിലുള്ളൊരു വാക്കേറ്റമാണ് അല്പസമയം മുമ്പ് ഇവിടെ നടന്നത്. ഏതായാലും DFOയുടെ വാഹനം ഇപ്പോൾ കടത്തിവിട്ടിട്ടുണ്ട്. കണ്ണൂർ DFOയുടെ വാഹനം ഇപ്പോൾ പോയിട്ടുണ്ട്. പക്ഷേ പുലി എവിടെ കൊണ്ടുവിടും എന്നതാണ് ഒരു രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണത്തിന് അപ്പുറത്തേക്ക് ഈ പുലിയെ എവിടെയാണ് തുറന്നു വിടുക എന്നതറിയാൻ സ്വാഭാവികമായും ആ പ്രദേശവാസികൾക്ക് ഒരു അവകാശം ഇല്ലേ? എന്തുകൊണ്ടാണ് DFO അക്കാര്യം മറച്ചു വയ്ക്കുന്നത്? ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനവാസ മേഖല കൂടിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പുലിയെ എവിടെ കൊണ്ടുവിടുന്നു എന്ന് പറഞ്ഞാൽ അത് ജനരോഷത്തിലേക്ക് ഇടയാക്കും എന്ന് കണ്ടിട്ടാകാം ഒരുപക്ഷെ അക്കാര്യത്തിൽ ഒരു മറുപടി DFOയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തത്. DFO എവിടെ കൊണ്ടുവിടുന്നു എന്ന് ജനപ്രതിനിധികളടക്കം ചോദിച്ചപ്പോൾ അക്കാര്യത്തിൽ ഒരു മറുപടി നൽകിയില്ല എന്നതാണ് അവർ, കോൺഗ്രസിന്റെ ജനപ്രതിനിധികളാണ് അവർ വ്യക്തമാക്കിയത്. അപ്പോൾ അവർ പറയുന്നു പക്ഷേ ഒരുപക്ഷെ നേരെ ആർളം ഫാമിലേക്കായിരിക്കും, ആർളം വന്യജീവി സങ്കേതത്തിനുള്ളിലേക്കായിരിക്കും, പ്രത്യേകിച്ച് മയക്കുവെടി വെച്ച ഒരു പുലി ആയതുകൊണ്ട് അവിടേക്കായിരിക്കും ആദ്യം കൊണ്ടുപോകുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടെ എത്തിച്ച ശേഷമായിരിക്കും ഇനി മറ്റെവിടേക്ക് കൊണ്ടുപോകണം, ഈ പുലി ഇവിടെ തുറന്നു വിടണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. കാര്യത്തിൽ ഏതായാലും ഇപ്പോൾ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു ആശങ്കയെ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും ജനങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്ന പുലിയെയും അല്ലെങ്കിൽ കടുവയും ഒക്കെ തന്നെ ജനവാസ മേഖലയിൽ പിടിച്ച് അതിനെ വീണ്ടും ജനവാസ മേഖലയോട് ചേർന്ന സ്ഥലത്ത് കൊണ്ട് വിടുന്നു എന്നൊരു പല സ്ഥലങ്ങളിലും അത്തരത്തിലൊരു ആക്ഷേപം പൊതുജനങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവയൊക്കെ പിടിച്ച് ജനവാസ മേഖലകൾക്ക് ഏറ്റവും അടുത്ത് തന്നെ വിട്ടാൽ വീണ്ടും വന്യജീവി ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ജനങ്ങളുടെ ആശങ്ക. അതുതന്നെയാണ് ജനക്കൂട്ടം നേരത്തെ പ്രതിഷേധത്തിലൂടെ അറിയിച്ചതും. എന്തുകൊണ്ടാണ് DFO ഇക്കാര്യം വ്യക്തമാക്കാത്തത് എന്നതിൽ നിന്ന് തന്നെ അവർക്കൊരു സംശയമുണ്ട്. തൊട്ടടുത്ത് തന്നെയായിരിക്കും ഈ പുലിയെ തുറന്നു വിടുക എന്നത്.